15-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ന്യൂറംബർഗ് എന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിൽ 18 അംഗങ്ങളുണ്ടായിരുന്നു. ആ ഗൃഹനാഥൻ ആവതും ശ്രമിച്ചിട്ടും തൻ്റെ കുടുംബത്തെ തീറ്റിപ്പോറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ആ കുടുംബത്തിൻ്റെ മൂത്ത പുത്രന്മാരായ ഡ്യൂററിനും അദ്ദേഹത്തിൻ്റെ അനുജൻ ആൽബർട്ടിനും ചിത്രകലയും വാസ്തുശില്പവും പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ തൻ്റെ പിതാവിന് അത് പഠിപ്പിക്കാൻ കഴിയുകയില്ല. ആ കുട്ടികൾ രണ്ടുപേരും അവരുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായുമില്ല. അങ്ങനെ രണ്ടുപേരും കൂടി ആലോചിച്ചു, നമുക്ക് എങ്ങനെ ചിത്രകല പഠിക്കാൻ പറ്റും. ചിത്രകല പഠിക്കണമെങ്കിൽ അക്കാലത്ത് ആ അക്കാഡമിയിൽ ചേരുന്നവർക്ക് നല്ല പണം ചിലവാക്കേണ്ടതുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്തി. ഒരു നാണയമെടുത്ത് നമുക്ക് ടോസ് ചെയ്യാം. അതിൽ ആരാണോ വിജയിക്കുന്നത് അയാൾ 3 വർഷം ചിത്രകല പഠിക്കാൻ പോവുക. മറ്റേയാൾ അയാളുടെ ചിലവ് വഹിക്കുവാനായി തൊട്ടടുത്ത ഖനിയിൽ ജോലി ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ജ്യേഷ്ഠൻ ഡ്യൂറയും അദ്ദേഹത്തിൻ്റെ അനുജൻ ആൽബർട്ടും നാണയമിട്ട് നോക്കി. നാണയം കിട്ടിയത് ഡ്യൂറർക്കായിരുന്നു. അങ്ങനെ ഡ്യൂറർ തൻ്റെ ചിത്രകല അഭ്യാസത്തിനായി അക്കാഡമിയിലേക്ക് പോയി. ജ്യേഷ്ഠനെ പഠിപ്പിക്കുവാൻ അനുജൻ ഖനിയിലേക്കും. ഡ്യൂറർ ഒരു മികച്ച പ്രതിഭാശാലിയായിരുന്നുകൊണ്ട് വളരെ വേഗം തന്നെ അക്കാദമിയിൽ പേരെടുത്തു. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് പ്രചാരം കൈവന്നു. അങ്ങനെ 3 വർഷം കൊണ്ട് ആ അക്കാഡമിയിലെ ഏറ്റവും മികച്ച വിദഗ്ധനായ വിദ്യാർത്ഥിയായി അയാൾ മാറി. അയാളുടെ ചിത്രകലയ്ക്ക് ലോകമെങ്ങും പ്രശസ്തി ആർജിച്ചു. അങ്ങനെ 3 വർഷത്തെ പഠനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും നാട്ടുകാരും അദ്ദേഹത്തിന് വലിയ ഒരു വിരുന്ന് നൽകി. ഈ വിരുന്നിൽ വെച്ച് ഡ്യൂറർ താൻ എങ്ങനെയാണ് പഠിച്ചതെന്നും തൻ്റെ പ്രിയപ്പെട്ട അനുജൻ തനിക്ക് വേണ്ടി ഈ ഖനിയിൽ ജോലി ചെയ്താണ് തന്നെ പഠിപ്പിച്ചതെന്നുമുള്ള വാർത്ത ഹൃദയാർദ്രതയോടെ അവതരിപ്പിച്ചു. അത് തൻ്റെ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ച് ഇങ്ങനെയായിരുന്നു: ഇനി ഞാൻ അവൻ്റെ പഠന ചെലവ് വഹിക്കും, അവനെ ചിത്രകലാ അധ്യാപകനാക്കും. അപ്പോൾ അനുജൻ ആൽബർട്ട് തൻ്റെ വിരലുകൾ കാണിച്ചിട്ട് പറഞ്ഞു, ഖനിയിൽ ജോലി ചെയ്ത് എൻ്റെ വിരലുകൾ മുഴുവൻ ശോഷിച്ചു പോയി ജ്യേഷ്ഠ, എനിക്കിനി ചിത്രകല പഠിക്കാൻ കഴിഞ്ഞില്ല. അനുജൻ്റെ വിരൽ കണ്ടതും ഡ്യൂറർ ഏങ്ങലടിച്ചു കരഞ്ഞു. ആ 2 കൈകളും ചേർത്ത് പിടിച്ച് ഡ്യൂറർ പിന്നീട് മനോഹരമായ ഒരു ചിത്രം വരച്ചു. ആകാശത്തേക്ക് നോക്കി കൈകൂപ്പി നിൽക്കുന്ന ചിത്രം. ആ ചിത്രത്തിന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന കരം എന്ന പേരും നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്നും ലോകമെങ്ങുമുള്ള പല അക്കാഡമികളിലും ഈ ചിത്രം ഇന്നും സൂക്ഷിച്ചു വെക്കുന്നു. പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എന്ന അടിക്കുറിപ്പോടെ. ആ പ്രാർത്ഥിക്കുന്ന കരങ്ങളാണ് ഡ്യൂറെ എന്ന മഹാനായ ഒരു ചിത്രകാരനെ വാർത്തെടുത്തത്. അത് പ്രാർത്ഥിക്കുന്ന കരങ്ങളായിരുന്നില്ല, അധ്വാനിക്കുന്ന കരങ്ങളാണ്. ഓരോ അധ്വാനിക്കുന്ന കരങ്ങളും